ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നല്ല സുന്ദരികളാണ്. നിങ്ങൾക്കത് തോന്നുന്നില്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? നമ്മൾ സുന്ദരികളാണ് എന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ലേ? സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഞാൻ എപ്പോഴും കണ്ണാടിയിൽ നോക്കിയിട്ടായാലും അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ആരെങ്കിലും എൻ്റെ അടുത്ത് പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, മക്കളെ മുടി വളർത്തണം അല്ലെങ്കിൽ പല്ലി കമ്പിടണം എന്നൊക്കെ പറയാറുണ്ട്. മുടി വളർത്തിയില്ലെങ്കിൽ ഞാൻ പെണ്ണല്ലാതാവും? ഇല്ല. പല്ലി കമ്പിട്ടില്ലെങ്കിൽ എൻ്റെ സൗന്ദര്യത്തിന് കുറവ് വരും? ഇല്ല. ഞാൻ എപ്പോഴും പറയണത് ഞാൻ സുന്ദരിയാണ്, ഞാൻ സുന്ദരിയാണ്, ഞാൻ സുന്ദരിയാണെന്ന്. അതുപോലെ നമ്മളെല്ലാവരും സുന്ദരികളാണ്. ഇച്ചിരി നിറം കുറഞ്ഞോ അല്ലെങ്കിൽ ഇച്ചിരി നിറം കൂടിപ്പോയോ അല്ലെങ്കിൽ ഒരു കുത്തു വന്നോ ഒരു പാണ്ട് വന്നോ എന്ന് വെച്ചാൽ നമ്മളാരും സുന്ദരികളല്ലാതാവണില്ല. എപ്പോഴും നല്ല പല്ലൊക്കെ കാണിച്ച് 32 പല്ലം കാണിച്ച് നമ്മൾ ചിരിക്കണം. ചിരിക്കണ്ടേ? ചിരിക്കണ്ടേ? ചേച്ചി നേരത്തെ ചിരിച്ചില്ലേ? ഇപ്പൊ എന്താ ചിരിക്കാത്ത? കുഞ്ഞിനു തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ? ഇല്ല തരില്ല നെയ്യപ്പം. അമ്മ 2 കൊല്ലം സ്റ്റേറ്റ് ഫസ്റ്റ് കലാതിലകമായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛനും എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിനും ഞങ്ങൾക്കും വേണ്ടിയിട്ട് അമ്മ അതെല്ലാം ഉപേക്ഷിച്ച് വീട്ടിൽ 24 hours അടുക്കളയിൽ. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ 3 അമ്മാമ്മമാരുണ്ട്. ഇവരെ എല്ലാവരെയും നോക്കി. കാരണം ഒരു അമ്മാമ്മയ്ക്ക് അൽഷിമേഴ്സ് ആണ്, എനിക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ ഞങ്ങളെ എല്ലാവരെയും നോക്കി 5 വർഷം എൻ്റെ കൂടെ എല്ലാം മറന്ന് ഹോസ്പിറ്റലിൽ നിന്നത് എൻ്റെ അമ്മയാണ്. അതുകൊണ്ട് എൻ്റെ അമ്മയും ഇതുപോലെ പറഞ്ഞതൊക്കെ തന്നെയാണ്. അമ്മയുടെ കാര്യം ഒരിക്കലും ചിന്തിക്കാറില്ല. അമ്മയ്ക്ക് മുട്ട് വയ്യ, 2 മുട്ടും വയ്യ. ഞങ്ങൾ പിന്നെ പിള്ളേരാണല്ലോ, ഒരു വക പറഞ്ഞാൽ കേൾക്കൂല. മുകളിലിരിക്കണ റിമോട്ട് എടുക്കണമെങ്കിലും താഴെ അമ്മേനെ വിളിച്ചു പറയും, അമ്മ എത്തി ആ റിമോട്ടിന് എടുക്കണേ, അമ്മ ഒരു ഗ്ലാസ് വെള്ളം, അമ്മേനെ വിളിച്ചു പറയും. അങ്ങനെയാണ് അമ്മയുടെ മുട്ട് പോയത്. പക്ഷേ എന്നാൽ പോലും അമ്മ എപ്പോഴും ചിന്തിക്കണം, മക്കളെ പൈസ അങ്ങനെ ചിലവാക്കാൻ പറ്റൂല, എൻ്റെ മുട്ട് വയ്യെങ്കിലും നിങ്ങളെല്ലാവരും നന്നായിട്ടിരിക്കണം. അങ്ങനെ ചിന്തിക്കുന്നവരാണ് എല്ലാ സ്ത്രീകളും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ എൻ്റെ അമ്മയെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. എൻ്റെ വീട്ടിൽ 3 അമ്മമാരുണ്ട്. അവരായാലും എപ്പോഴും പറയണം, അയ്യോ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അത് മക്കൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ആഹാരം ഉണ്ടാക്കിയാൽ പോലും അത് കൊച്ചിന് വെച്ചേക്കണേ അല്ലെങ്കിൽ അത് സന്തോഷം വെച്ചേക്കണേ, അത് അങ്ങനെയാണ് പറയണത്. വീട്ടിലുള്ളവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് അവർ കഴിക്കൂല അവസാനം. അപ്പോൾ അത് ഞാൻ കണ്ട എൻ്റെ അമ്മ പോലുള്ള മറ്റെല്ലാ സ്ത്രീകളിലും ഞാൻ കണ്ട ഒരു ഗുഡ് ക്വാളിറ്റിയാണത്. കാരണം അവരെപ്പോഴും ബാക്കിയുള്ളവരെ കുറിച്ചുകൂടി ചിന്തിക്കുന്നുണ്ട്, സെൽഫിഷ് അല്ല. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇന്നിവിടെ വരാൻ കഴിഞ്ഞതിനും നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിനും. അപ്പോൾ ഇനി ലാസ്റ്റ് ഒരു പാട്ട് നമ്മൾ ഒരുമിച്ച് പാടാനായിട്ട് പോവുകയാണ്. കായമെങ്കും തന്നാലെ മാറിപ്പോന മായമെന്ന പൊന്മാനെ പൊന്മാനെ എന്ന കായമാന പോതും എൻ മേലെ താകിക്കൊള്ളും മുന്തമേനെ താകാതെ செந்தேனே என்ன காதல் என்னவென்று சொல்லாமல் எங்க அழுகை வந்தது. உந்தன் சோகம் உன்னை தாக்கும் என்றெண்ணும் போது வந்த அழுகை நின்றது. மனிதர் உணர்ந்து கொள்ள இது மனிதர் காதல் அல்ல, அதையும் தாண்டி புனிதமானது. ലാലി 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 ഓഹോ കൺമണി അൻപോട് കാതലൻ നാനേതും കടിതമേ നാനേതും സൗഖ്യമേ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ സുന്ദരിമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി വുമൻസ് ഡേ. എല്ലാവരും ഉറച്ചൊന്ന് പറയൂ, ഹാപ്പി വുമൻസ് ഡേ.